മോൻസ, ഇതിലേ ഞാനിന്ന് ചുങ്കത്തുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ ഫാമിലിയില് ഒരച്ഛനുണ്ട്. ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാ. മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം സ്വന്തം പെങ്ങൾ വരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക. ഈ അച്ഛന്റെ മറ്റാണ് ഈ അച്ഛന്റെ പേര്. ഇങ്ങനെയുള്ള ഈ അപരാധികളോട്. നമസ്കാരം. ഏറ്റുമാനൂരിൽ തീവണ്ടിക്ക് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും കുട്ടികളുടെയും കാര്യം അത് ഏറെ ചർച്ചകൾക്കൊക്കെ ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. ഇത് ജ്ഞാനായ കുടുംബങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. വിശ്വാസികൾക്കിടയിൽ അടക്കം രോഷത്തിനുമൊക്കെ ഇത് കാരണമായിട്ടുണ്ട്. കുടുംബ വഴക്കും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെയാണ് ഇവരെ ഒരുമിച്ച് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം. അമ്മയെയും സഹോദരിമാരെയും നഷ്ടമായതോടെ മൂത്ത മകനുമാകെ തകർന്ന നിലയിലാണ്. ഇറാഖിൽ മൈനിങ് വിഭാഗത്തിൽ ജോലിയുള്ള തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയാണ് ഷൈനിയുടെ ഭർത്താവ് പതിവായിട്ട് ഷൈനിയുമായി വഴക്കിടുമായിരുന്നു. ഉപദ്രവം തുടങ്ങിയതോടെയാണ് 9 മാസം മുമ്പ് 2 പെൺകുട്ടികളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. മൂത്ത മകൻ പിതാവിനോടൊപ്പമായിരുന്നു താമസം. നോബിയുമായി ബന്ധം വേർപെടുത്തുന്നതിനും ഷൈനി കേസൊക്കെ നൽകിയിരുന്നു. എന്നാൽ ഹിയറിംഗിന് മനഃപൂർവ്വം തന്നെ നോബി എത്തിയിരുന്നില്ല എന്നതാണ് വിവരം. നോബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും പോലും ഷൈനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരം. 3 ലക്ഷം രൂപയ്ക്കടുത്ത് ഇത് സംബന്ധിച്ച ഷൈനിക്ക് ബാധ്യതയുണ്ടായിരുന്നു. ഭർത്തൃ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഭർത്തൃ പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അയൽക്കൂട്ടത്തിൽ നിന്നും ലോൺ എടുത്ത് പണം നൽകിയിരുന്നു ഷൈനി. എന്നാൽ ബന്ധങ്ങൾ വഷളായതോടുകൂടി ഈ പണം തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ഒരു ജോലിയുമില്ലാതെ വീട്ടമ്മയായി ജീവിതം നയിച്ചിരുന്ന ഷൈനിയുടെ തലയിലേക്ക് എത്തിപ്പെടുകയാണ്. അല്ലെങ്കിൽ അവർ ഭർത്തൃ വീട്ടുകാർ മനഃപൂർവ്വം ചാർത്തി കൊടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അയൽക്കൂട്ടക്കാർ പരാതി നൽകിയതോടെ കേസും കൂട്ടവുമായി. ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുമൊക്കെ ഷൈനിയെ അലട്ടിയിരുന്നു. ഷൈനിയെ മനഃപൂർവ്വം ഈ കേസുമായി കൂട്ടിക്കെട്ടാൻ ഇവരുടെ ഇടയിലുള്ള, അതായത് ഭർത്താവിന്റെ സഹോദരൻ എന്ന നിലയിലുള്ള, ഏറ്റവും അടുത്ത സഹോദരൻ എന്ന നിലയിലുള്ള ഒരു വൈദികനും, ആ വൈദികന് ഓസ്ട്രേലിയയിലാണ്, ആ ഓസ്ട്രേലിയയിലുള്ള വൈദികനും ഇടപെട്ടിരുന്നു എന്നുള്ളതിന്റെ ഫോൺ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നതാണ്. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടി ജോലിക്ക് പോകാനുമൊക്കെ ഷൈനി തയ്യാറായി. അങ്ങനെയാണ് BSc നഴ്സായുള്ള ഈ വീട്ടമ്മയെ വിവാഹശേഷം ജോലിക്ക് പോകാൻ ഭർത്താവ് അനുവദിച്ചിരുന്നില്ല. ഇതോടെ അവർ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത്. ജീവിതത്തിലെ അത്യാവശ്യ ഘട്ടത്തിൽ ജോലിക്കായി അവർ പരിശ്രമങ്ങളും നടത്തി. എന്നാൽ പലരും കൈവിട്ടു. ജ്ഞാനായ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇവർ ആ കമ്മ്യൂണിറ്റിയുടെ തന്നെ വമ്പൻ ഹോസ്പിറ്റൽ ആയിട്ടുള്ള കാരിത്താസിൽ ഒരു ജോലിക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ നഴ്സ് ജോലി ലഭിച്ചില്ല. പകരം ഷൈനിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി നൽകാമെന്നാണ് അറിയിച്ചിരുന്നതായിട്ട് ആശുപത്രി അധികൃതരും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല 1 വർഷം അവിടെ ആ ഹോസ്പിറ്റലിൽ 1 വർഷം വേതനമില്ലാതെ സേവനം ചെയ്യുകയാണെങ്കിൽ ജോലി ലഭിക്കാമെന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞു വെച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. സ്വന്തം വീട്ടിൽ അമ്മ രോഗബാധിതയായതും മറ്റു പിന്തുണകളൊന്നും ലഭിക്കാത്തതും ഈ കടുംകൈ ചെയ്യാനായിട്ട് ഷൈനിയെയും മക്കളെയും പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഭർത്തൃപിതാവിനെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത പണവുമായി ബന്ധപ്പെട്ട പോലീസ് കേസൊക്കെ അങ്ങനെ കൊണ്ടുപോകാനും ഒക്കെ ബന്ധുവായ വൈദികൻ ഉടക്കുമായി നിന്നു എന്ന ആരോപണമുണ്ട്. അതായത് അവർ അനുഭവിക്കട്ടെ എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ വൈദികൻ അതിൽ ഇടപെട്ടിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റിടങ്ങളിൽ ഷൈനി ജോലിക്ക് ശ്രമിച്ചപ്പോൾ അതിന് ഇടങ്കോലിട്ടതും ഇതേ വൈദികനാണെന്ന ആക്ഷേപമുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഓഡിയോ ക്ലിപ്പുകളാണ് നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത്. യൂസേജ് അവള് കാരിത്താസിലും ഉള്ള സ്ഥലത്ത് മുട്ടാത്ത വാതിലുകളില്ല. അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്തതാണ്. പക്ഷേ ഈ 10-12 വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാവരും കൈയൊഴിയുകയാണ് ചെയ്തത്. അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല. കാരിത്താസുകാരൊക്കെ പറഞ്ഞ് 1 വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. ഈ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് ഈ 1 വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അവൾക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു.
അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മേലാകിയുണ്ട്, ക്യാൻസറും ഒക്കെ ആയിരുന്നു. അപ്പം അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട. അപ്പം അമ്മയ്ക്കും പറയുന്നതിന് ഒരു ഇച്ചിരി ഇതല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ. അപ്പം അങ്ങനെയായിരുന്നു. കാരിത്താസുകാർ ഒരു ഹെൽപ്പ് ഒരു 3 മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകാണ്ടൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ. അത് എവിടെ ചെന്നാലും അവൾക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു. കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെ പേരെടുത്തു പറയാൻ കാരണം ക്നാനായ കത്തോലിക്ക മാനേജ്മെന്റിന്റെ കീഴിലുള്ളതാണ് കാരിത്താസ് ആശുപത്രി. കൊല്ലപ്പെട്ട ഷൈനിയും ക്നാനായക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കൂടുതൽ പ്രതീക്ഷയോടെ പരിശ്രമിച്ചു. പക്ഷേ ജോലിക്കെടുത്തില്ല. അതിന്റെ കാരണം ചിലരൊക്കെ പറയുന്നത് ഭർത്താവിന്റെ ബന്ധുവായ കോട്ടയം രൂപതാംഗമായ ഒരു വൈദികന്റെ ഇടപെടലാണ് എന്നാണ്. ഈ പള്ളിയിൽ എല്ലാ ദിവസവും വന്നോണ്ടിരുന്ന ലിസി എല്ലാം വണ്ടി ഓടിക്കും വരുമ്പോ എന്നും ഈ കരഞ്ഞ മുഖം. പിള്ളേര് ഈ 2 പിള്ളേരില്ല, മൂത്തവര് ആങ്കൊച്ചുണ്ട്. അത് ഡോൺ ബോസ്കോയിലാണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ എങ്ങാണ്ട് സോപ്പിട്ട് കൊണ്ടുവന്ന് അതിനെ കണ്ട് ഇവൾക്കെതിരെ കേസ് പിടിപ്പിച്ചാർന്നാ പറഞ്ഞ. അമ്മ തല്ലിയെന്നും പറഞ്ഞ്, അമ്മ ഉപദ്രവിച്ചെന്നും പറഞ്ഞേ. ഈ അച്ഛൻ കെട്ട അച്ഛൻ. പിന്നെ ഇവരിത് ഇപ്പൊ ഈ പെണ്ണ് കെട്ടിയവന്റെ അപ്പന് ആ ദേവിച്ചേട്ടന് ക്യാൻസറാ. അപ്പം അങ്ങോട്ട് ഇതിനോട് അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുക്കാൻ പറഞ്ഞ് 3 ലക്ഷം രൂപ എങ്ങാണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ പൈസയൊക്കെ ഈ വഴക്ക് കൂടി ഇപ്പൊ അടച്ചില്ലല്ലോ, വീട്ടുകാരവര് കൊടുക്കുകയല്ലെന്ന്. ഈ അച്ഛൻ പോണതിന്റെ ഒരു 2 ദിവസം മുമ്പ് എങ്ങാണ്ട് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയൽക്കൂട്ടംകാർ കൊണ്ട് കേസ് കൊടുത്തേ. ഈ വീട്ടിലേക്ക് എടുത്തതാന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ, അത് ഇവളടയ്ക്കണമെന്നേ. നമ്മളവിടെ ചെന്ന് അടയ്ക്കുന്നത് എല്ലാം കൂടി ആയപ്പോഴായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയതാ ഇവളെ കേസ് കോടതിയിലേക്ക് പോട്ടെന്ന്. ഈ പെണ്ണൊരു ശുദ്ധമാവാന്നേ. കാരിത്താസിൽ എങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറുതാണെന്ന് പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞ വാശിക്കാരനെ. പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്ത് കയറണമെങ്കിൽ ഈ പെണ്ണ് കെട്ടി കഴിഞ്ഞ് വന്നേ പിന്നെ BSc നേഴ്സാ വന്നേ പിന്നെ ഇവളെങ്ങും ജോലിക്ക് കയറിയിട്ടില്ലല്ലോ. ഈ ക്യാപ്പ് ഇത്രയും വന്നില്ലേ, ജോലിക്ക് കയറാനും പറ്റുന്നില്ല. എല്ലാം കൂടെ ആയപ്പോഴായിരിക്കും. ജീവിതത്തിൽ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ സഹായവുമായി ആരും എത്താതിരുന്നതായിരുന്നു സത്യത്തിൽ ഷൈനിക്ക് മുൻപിലുള്ള പ്രതിസന്ധി. ഷൈനിയുടെ മരണം ജ്ഞാനായ ഗ്രൂപ്പുകളിലെല്ലാം ഇപ്പോൾ ചർച്ചയാണ്. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സ്വന്തം സമുദായത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും ഒരു തൊഴിലവസരത്തിനുള്ള കരുണ പോലും ലഭിക്കാതെ ജീവിതം വഴിമുട്ടിയപ്പോൾ ഇവർ ചെയ്തു പോയതാണ് എന്ന വിധത്തിലാണ് ചർച്ചകൾ മുന്നോട്ടു പോകുന്നത്. ഇത് സംബന്ധിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കിപ്പോൾ കേൾക്കാം. ഈ മരണത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഒരു റൈറ്റപ്പ് ഉണ്ട്. അതിനകത്ത് പറയുന്നത് അവര് 12 വർഷത്തോളം നഴ്സിംഗ് കഴിഞ്ഞിട്ട് വിവാഹ ജീവിതത്തിലിരുന്ന സമയത്ത് ജോലിക്ക് പോകാതിരുന്നത് മൂലം അവർ പിന്നീട് കാരിത്താസിൽ ജോലിക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞെന്ന് ഇത്രയും വർഷത്തെ തുടർച്ചയില്ലാത്തതിനാൽ കണ്ടിന്യൂറ്റി ഇല്ലാത്തതിനാൽ പറ്റിയല്ലെന്നും, അല്ലെങ്കിൽ 1 വർഷം സൗജന്യമായിട്ട് സേവനം അനുഷ്ഠിക്കാമെങ്കിലും ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ആ ലേഖനം നാട്ടുകൂട്ടത്തിൽ കിടപ്പുണ്ട്. നാട്ടുകൂട്ടത്തിലാണോ മറ്റേതെങ്കിലും ഗ്രൂപ്പിലാണെന്ന് അറിയില്ല. ദയ കാണിക്കേണ്ടത് സത്യത്തിൽ ആരാണെന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് ദയയില്ലാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. എങ്കിലും ദയ കാണിക്കേണ്ടവർ പോലും ദയ കാണിക്കാതിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ പല വിശ്വാസ സംഹിതകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ മതവിഭാഗങ്ങളുടെയും ഇതുപോലുള്ള ആശുപത്രികളിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ജോലിക്ക് വേണ്ടി നിരവധി ആൾക്കാർ അതേ വിശ്വാസത്തിൽപ്പെട്ടവരോ അതേ സംവിധാനത്തിൽപ്പെട്ടവരോ ഒക്കെ പോകാറുണ്ട്. പക്ഷെ പലർക്കും ഇതുപോലെ തന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടോ അപമാനിച്ചുകൊണ്ടോ ഒക്കെ ഉള്ള ഒരു പടിയിറക്കമാണ് മിക്കവാറും ഇവർക്ക് നൽകുക. ഈ 2 വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടാൻ തുടങ്ങുകയും എന്നാൽ ദൈവ അനുഗ്രഹത്താൽ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകാറില്ല. കൂട്ടിമുട്ടുമ്പോൾ മാത്രമാണ് അത് അപകടമായി മാറുന്നത്. ഇതിവിടെ ഒരു ആത്മഹത്യ ഉണ്ടായില്ലെങ്കിൽ, ഈ ഒരു കുടുംബം പൂർണ്ണമായിട്ടും ആത്മഹത്യക്ക് ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ കാരിത്താസ് ഹോസ്പിറ്റലുകാർ ചെയ്ത ഈ ചതിയോ ഒന്നും ഒരു വാർത്തയായി മാറില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് വരെ ആണ് ഇതിന് നടന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇവർ ചെയ്ത ഈ സത്പ്രവർത്തിക്ക്, യേശുവിന്റെ സുവിശേഷത്തിന് ഇത്രയും ഗാംഭീര്യം ഉണ്ടായത്. ഇത് ഇനിയും തുടരും.
ഇതൊന്നും ഒരു യേശുക്രിസ്തു പുനരവതരിച്ചാൽ പോലും ഇതൊന്നും തടയാൻ പറ്റില്ല. കാരണം യേശുവിനേക്കാൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നെ എന്തു പറയണത് എല്ലാ രീതിയിലും അവര് യേശുവിനേക്കാൾ വളർന്നുപോയ ഒരു വിഭാഗമാണ് ഇന്ന്. യേശുവിനെന്നല്ല, ഏത് മതത്തിലെ ദൈവങ്ങളെക്കാളും വളർന്നിരിക്കുകയാണ് ആ മതത്തിലെ സംഘടനകളെല്ലാം. അല്ലെങ്കിൽ അതിനകത്തുള്ള ഈ പൗരോഹിത്യം ചുമക്കുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ, പൗരോഹിത്യം ചുമക്കുന്ന പല്ലികൾ, ആ വാക്ക് തന്നെ ഉപയോഗിക്കണം, ഉത്തരം ചുമക്കുന്ന പല്ലികൾ എന്ന് പറയുന്ന പോലെ. നമ്മളിവരെ ആക്ഷേപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇവർക്ക് നമ്മളെക്കാൾ ഉയർന്ന തീന്മേശയിൽ നമ്മൾക്ക് സാമ്പാറും ദോശയും തരുമ്പോൾ ഇവർക്ക് മട്ടൺ ഫ്രൈയും മട്ടൺ ചാപ്സും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്, ആ പാലപ്പവും മട്ടൺ ചാപ്സും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ സമൂഹം അവരുടെ പിറകെയാണ്, ഭൂരിപക്ഷം അവരുടെ പിറകെയാണ്. അതുകൊണ്ട് വെറുതെ അപമാനിച്ച് ഒറ്റപ്പെടാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. അപമാനമൊക്കെ നമ്മളിലേക്ക് തന്നെ, ഈ കോരി എറിയുന്ന ചെളി നമ്മളിലേക്ക് തന്നെ തെറിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ മാനസികാവസ്ഥയിൽ ആ മരിച്ചുപോയ ആ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട്, അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനിയും ഒരു കുടുംബം ഇതുപോലെ അനാഥമായി പോകാതെ, ഇതുപോലെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ ഫാമിലി കോടതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ ഇതിലുമൊക്കെ ദയനീയമായ ഒത്തിരിയും കേസുകൾ ഞാൻ കണ്ടു. അമ്മയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയാകണം ആ 2 പെൺമക്കളും ജീവനൊടുക്കാൻ റെയിൽവേ ട്രാക്കിലെത്തിയത്. റെയിൽവേ പാളത്തിൽ 3 ആളും കെട്ടിപ്പിടിച്ച് പാളത്തിലിരിക്കുന്ന കാഴ്ച നെഞ്ച് തകർത്തെന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5:20 ഇവരുടെ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാറി പാറോലിക്കൽ റെയിൽവേ ട്രാക്കിലാണ് ജീവനൊടുക്കൽ നടന്നത്. ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ട് പോലും ഷൈനി കുടുംബ വഴക്കിന്റെ പേരിൽ അവർക്ക് അന്യയായി. ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ BSc നഴ്സിംഗ് ബിരുദം ഉണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളും ജോലി നിഷേധിച്ചു. ഇതോടെയാണ് ആത്മഹത്യയുടെ വഴിയിലേക്ക് അവർ നീങ്ങിയത്. മക്കളായ അലീനയ്ക്കും ഇവാനയ്ക്കും ഒരുമിച്ചാണ് ഇവർ തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. 12 ആശുപത്രികളാണ് ഷൈനി കുര്യന് ജോലി നിഷേധിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിന് ആശുപത്രികൾ മാനദണ്ഡമാക്കിയതും കരിയർ ബ്രേക്ക് എന്ന സംഭവം തന്നെയായിരുന്നു. ഭർത്താവുമായി ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന ഘട്ടം വന്നതോടെ പെൺമക്കളെ നോക്കാൻ ജോലി തേടിയ ഷൈനിക്ക് മുന്നിൽ മറ്റു വഴികൾ ഇതോടെ ഇല്ലാതെയായി. അമ്മ മനസ്സിന്റെ ആ ആദി കൂടിയായതോടെയാണ് മക്കൾക്കൊപ്പം ജീവൻ ഒടുക്കിയത്. അതേസമയം ഷൈനിയും മക്കളും ജീവൻ ഒടുക്കിയത് ഭർത്താവ് നോബി ലൂക്കോസ് ഇറാഖിലേക്ക് പോകുന്ന ദിവസം കൂടിയായിരുന്നു. എന്തായാലും നോബി ലൂക്കോസും ഇപ്പോൾ ഏറെ പ്രശ്നത്തിലായിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. ഈ ദിവസം, ഇറാഖിലേക്ക് പോകുന്ന ദിവസം, നോബിയും ഷൈനിയും തമ്മിൽ ഏറെ ചർച്ചകൾ, വോയിസ് സന്ദേശങ്ങളാണെങ്കിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ്, അതായത് ഈ ജീവൻ ഒടുക്കുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ശരിയായ ഒരു ചിത്രം പുറത്തു വരിക തന്നെ ചെയ്യും.